എല്ലാവരും വെക്ക് 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 എന്താ ഫുള്ളാണോ? അതെ. എന്നാ കാശെടുക്ക്. തരാം. എന്താ പറഞ്ഞത്? തരാമടാ. എണീക്കോ അവിടുന്ന്. ഇതാണ് ഫുള്ള് തരാൻ വയലത്തെ ദരിദ്രവാസിൽ ഒന്ന് ഇരുത്തരെന്ന് പറഞ്ഞത്. ഇനി 2 കളി, അത് ഞാൻ ജയിക്കും, കാശ് തന്നേക്കാം. പിന്നെ ജയിക്കും ജയിക്കും. എണീക്കോ ഉറക്കത്തേട്ടവനെ. ഏതായാലും തന്റെ ചേട്ടനല്ലേ? ആരാടാ ചേട്ടൻ? ഏതായാലും രണ്ടും ഒരമ്മയുടെ മക്കളല്ലേ? ആ, അമ്മ ഒന്ന് തന്നെ. എനിക്ക് എന്റെ തന്ത ആരാന്നറിയാം. അവന് തന്ത പലതാ. എന്താടാ പറഞ്ഞേ? വിടുന്നോ? എടി പെണ്ണേ, എന്റെ മോട്ടോർ സൈക്കിൾ തുടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ചുമ്മാതെ. എന്റെ ഒപ്പം ഓടി നോക്കുകയാണോ? ആ, എത്ര ദൂരം ഓടും? ആ, ഓട് ഓട്, നമുക്ക് കാണാം. വാ വാ വാ. വെരി ഗുഡ്. വാ വാ വാ, ഓട്. ആ, ഓട്. വാടി. വാ വാ. എന്താ നിൽക്കുന്നത്? വേഗം വാ, കാണട്ടെ നിന്റെ ഓട്ടം. ആ, അങ്ങോട്ട് വാ, വേഗം വാടി. എന്താ നിന്ന് കളഞ്ഞത്? എന്റെ സ്പീഡ് പിടിക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല പെണ്ണേ. ആട്ടെ, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്റെ മോട്ടോർ സൈക്കിള് ഏതാ കൂടുതൽ ഇഷ്ടം? പെണ്ണിന്റെ ഒരു നാണം. കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ. കല്യാണം? എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണോ? പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാമോ? മറിയെടുത്ത് എന്താ പറഞ്ഞേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പറയാറുള്ളത് തന്നെ, എന്റെ വെപ്പാട്ടിയായിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ പറയാം. പറയൂടാ. ഓ, നാട്ടിലുള്ള എല്ലാ പടകൾക്കും മക്കാലത്ത് പിടിക്കാൻ നടക്കുന്നൊരു പൂവൻ. ഇനി മേലാൽ അവരുടെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞാൽ നിന്റെ എല്ലി ഞാൻ ബാക്കി വെക്കില്ല. അവളാണ് എന്റെ പറയാൻ നടക്കുന്നത്. എന്നാൽ ഇവിടെ കല്യാണം കഴിക്കടാ. കല്യാണം? കല്യാണം എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളാം? നാടുതോറുമല്ല, വേണമെങ്കിൽ വീട് തോറും വെക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശി എറിയാൻ കാച്ചു കൊടുക്കും. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദിക്കും. ബെഡ്റൂമും കല്ലിൽ കൊത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്നാൽ ഞാൻ അതിനോടും ചോദിക്കും. പക്ഷേ ഇവരാരും തന്നെ
തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കില്ല. അയ്യോ വേണ്ട ചേട്ടാ. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലെങ്കിൽ അവന്റെ ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു.